ബാലൻസ്ഡ് ആയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ റോസാപ്പൂവെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പഴയ ഫ്ലവേഴ്സ് വെച്ചിട്ട് എങ്ങനെ റോസാപ്പൂ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പെറ്റൽസ് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നുണ്ട്. ഒരു 4-3 ഫ്ലവേഴ്സോളം ഞാൻ അതുപോലെ തന്നെ കട്ട് ചെയ്യാതെ വെക്കുന്നുണ്ട്. കാരണം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറിയൊരു കമ്പി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പേപ്പർ ചുറ്റി അതിലേക്കാണ് നമ്മൾ ഈ ഓരോ പെറ്റൽസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും റോസാപ്പൂവിൻ്റെ അതേ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമ്മൾ വിരിച്ച് വെച്ച് കൊടുക്കുക, വിരിഞ്ഞ ഒരു ഫീൽ വരാൻ വേണ്ടിയിട്ട്. അവസാനത്തെ ആ ഒരു വലിയ പെറ്റൽസ് കൂടെ വെച്ച് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഫ്ലവറിൻ്റെ ലുക്ക് തന്നെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു നൂല് വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഊരി പോരാൻ പാടില്ലല്ലോ. നടുഭാഗത്ത് വെച്ചേക്കുന്ന പേപ്പർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെറ്റൽസിന്റെ ഭാഗം എടുത്തിട്ട് അതിലേക്ക് പശ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ലീഫ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. അതിന്റെ കമ്മി ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ടേപ്പൊക്കെ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.